നമസ്കാരം. ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ഗീനാകുമാരിയെ തിരുവനന്തപുരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം അഡീഷണൽ പ്രോസിക്യൂട്ടർ AR ഷാജിക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രിയാണ് ഉത്തരവിട്ടത്. ഗീനാകുമാരിക്ക് പകരം മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയുടെ വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ അടിയന്തരമായി ഈ അതിവേഗ നീക്കങ്ങൾ നടത്തിയത്. 2011-15 കാലയളവിൽ ജില്ലാ ഗവൺമെൻറ് പ്ലീഡർ ആയിരുന്ന സന്തോഷ് കുമാർ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സന്തോഷ് കുമാർ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹാജരാകും. സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയായ കേസായി EDയെ ആക്രമിച്ച കേസ് മാറുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നത്. കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചത് ഏറെ വിവാദമായിരുന്നു. ഇതിന് വഴിയൊരുക്കിയതാകട്ടെ ഗീനാകുമാരിയുടെ വീഴ്ചയാണെന്ന് വ്യക്തമായിരുന്നു. പോലീസ് റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായി വാദിച്ച് പ്രതിക്ക് ജാമ്യത്തിന് വഴിയൊരുക്കുകയാണ് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പഞ്ചായത്തിലെ മുതുവിള ഗ്രാമക്കാരിയായ ഗീനാകുമാരിയുടെ അച്ഛൻ തങ്കപ്പൻപിള്ള കല്ലറ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. CPMൻ്റെ കട്ട മാർക്സിസ്റ്റുകാരനാണ് തങ്കപ്പൻപിള്ള. ഗീനാകുമാരി നിലമേൽ NSS കോളേജിൽ പഠിച്ച് തിരുവനന്തപുരത്തെ കേരള ലോ അക്കാഡമിക് കോളേജിൽ നിന്നും LLB പൂർത്തിയാക്കി SFIയുടെ തീപ്പൊരി നേതാവായി മാറിയിരുന്ന കക്ഷിയാണ്. ഈ ഇടതുപക്ഷക്കാരിൽ നിന്നും EDയെ തടഞ്ഞ ഇടതുപക്ഷം എന്ന് പറയുന്ന ചാവേറുകൾക്ക് ജാമ്യം ലഭിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതിനും കോൺഗ്രസ് സർക്കാർ ചങ്കൂറ്റം കാട്ടി. അപ്പോൾ തന്നെ പ്രോസിക്യൂട്ടറെ പൊക്കി മാറ്റി. കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം, ചെറിയതുറ വെടിവെപ്പ് തുടങ്ങിയ കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന സന്തോഷ് കുമാർ വളരെ പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സന്തോഷ് കുമാർ പലതവണ ഹാജരായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായിരുന്ന വക്കീൽ കൂടിയാണ് സന്തോഷ് കുമാർ. ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതി ഹരീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച EDയുടെ വാദം കേൾക്കുമ്പോഴാണ് സന്തോഷ് കുമാർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്നത്. 12ാം പ്രതി ലെനിൻ രാജിൻ്റെ ജാമ്യാപേക്ഷയിലും കോടതി വിശദമായ വാദം കേൾക്കുന്നുണ്ട്. നേരത്തെ 9ാം പ്രതി ഹരീഷിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണ്ടെന്ന് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ചാണ് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. തുടർന്ന് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചുവെന്ന് പോലീസും ആരോപിച്ചിരിക്കുകയാണ്. പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്തും നൽകി. പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി കേസിനെ അട്ടിമറിക്കുവാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്ന് ED ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവർ അത് അപ്പീലുമായിട്ട് പോയിട്ടുമുണ്ട്. ഇതിൻ്റെ ഭാഗമായി കേസിൽ നേരിട്ട് കക്ഷി ചേരാൻ ED അസിസ്റ്റന്റ് ഡയറക്ടർ സനത് റെഡ്ഡി കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂട്ടർ സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം സംശയാസ്പദമാണെന്നും ED ഹർജിയിൽ പറയുന്നുണ്ട്. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ടെന്നും ഒളിവിലുള്ള മറ്റു പ്രതികളെ പിടികൂടുവാൻ ജാമ്യം തടയേണ്ടത് അത്യാവശ്യമാണെന്നും ED വ്യക്തമാക്കി. ഇതൊക്കെ പ്രോസിക്യൂട്ടർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവസാന നിമിഷം മാത്രമാണ് പോലീസ് റിപ്പോർട്ട് ലഭിച്ചതെന്ന പ്രോസിക്യൂട്ടറുടെ വാദം കളവാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മാസം 18-ന് തന്നെ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നിട്ടും ജാമ്യ ഹർജി പരിഗണിച്ച 24-ാം തീയതി വരെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഈ ആശയവിനിമയം നടത്താനോ നിലപാട് വ്യക്തമാക്കുവാനോ പ്രോസിക്യൂട്ടർ തയ്യാറായിട്ടില്ല. നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന അക്രമം EDയെ തടയാൻ വേണ്ടി മാത്രം നടത്തിയതാണെന്നിരിക്കെ കേസിനെ ലഘൂകരിക്കാൻ പ്രോസിക്യൂട്ടർ കാണിച്ച അമിതാവേശം കേസിൻ്റെ അടിവേരിറക്കുന്നതാണ്. കേസിൽ കക്ഷി ചേരാൻ ED കൂടി എത്തുന്നതോടെ ഉന്നത നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് വരുമെന്നാണ് വിലയിരുത്തൽ.